പ്രീതികര സുഹൃത്തുക്കളെ, സോഷ്യോ എക്കണോമിക് സ്റ്റാറ്റിസ്റ്റിക്കൽ ഡേറ്റയിലെ അഞ്ചാമത്തെ പാർട്ടിലേക്ക് അവസാന ഭാഗത്തേക്ക് നമ്മൾ കിടക്കുകയാണ്. നമ്മളിന്ന് പ്രധാനമായും പഠിക്കാൻ ഉദ്ദേശിക്കുന്നത് കേരളത്തിലെ വിദ്യാഭ്യാസ വികസനത്തിന്റെ ചരിത്രത്തെക്കുറിച്ച്. വിദ്യാഭ്യാസ വികസനത്തിന്റെ ചരിത്രം എന്ന് പറയുമ്പോൾ നമുക്ക് തിരുവിതാംകൂർ തുടങ്ങാം. തിരുവിതാംകൂറില് പ്രാഥമിക വിദ്യാഭ്യാസം നിർബന്ധമാക്കിയത് റാണി ഗൗരി പാർവതിഭായിയാണ്. 1817 യൂറോപ്യൻ മിഷണറി സമൂഹമായ ലണ്ടൻ മിഷൻ സൊസൈറ്റി അഥവാ LMS തിരുവിതാംകൂറിലെ നാഗർകോവിലിൽ പ്രവർത്തനം ആരംഭിച്ചു. LMSന്റെ നേതൃത്വത്തില് ഇംഗ്ലീഷ് വിദ്യാഭ്യാസത്തിനും അടിസ്ഥാന വിദ്യാഭ്യാസമായ പ്രാഥമിക വിദ്യാഭ്യാസത്തിന് തുടക്കം കുറിച്ചു. ആ സമയത്ത് തിരുവിതാംകൂർ ഭരണാധികാരിയായിരുന്ന റാണി ഗൗരി പാർവതിഭായി രാജ്യത്തിന്റെ നേതൃത്വത്തിൽ അല്ലെങ്കിൽ ഭരണാധികാരിയുടെ നേതൃത്വത്തിൽ ആദ്യമായി എന്ത് ചെയ്തു? പ്രാഥമിക വിദ്യാഭ്യാസം ആരംഭിച്ചു. അതിനുമ്പ് പ്രാഥമിക വിദ്യാഭ്യാസം ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട്. ഭരണാധികാരിയുടെ നേതൃത്വത്തിൽ ആരംഭിക്കുന്നതാണ് ആര്? റാണി ഗൗരി പാർവതിഭായി. ഏത് വർഷം? 1847. സർക്കാർ ആഭിമുഖ്യത്തിൽ തിരുവിതാംകൂറിലെ ഇംഗ്ലീഷ് വിദ്യാഭ്യാസത്തിന് തുടക്കം കുറിച്ചത് സ്വാതി തിരുനാളായിരുന്നു. തിരുവനന്തപുരത്തെ ഇംഗ്ലീഷ് സ്കൂൾ ആരംഭിച്ചത് സ്വാതി തിരുനാളാണ് 1834. ഇത് 1836 ആയപ്പോ രാജാസ് പ്രീ സ്കൂൾ അഥവാ രാജാസ് ഫ്രീ സ്കൂൾ ആയിട്ട് മാറി. ഈ രാജാസ് ഫ്രീ സ്കൂളാണ് 1866 എന്തായിട്ട് മാറിയത്? യൂണിവേഴ്സിറ്റി കോളേജായി മാറിയത്. ഓക്കെ, യൂണിവേഴ്സിറ്റി കോളേജ് എന്നാണ് പറയുക. തിരുവിതാംകൂർ സർവകലാശാല ആരംഭിക്കുന്നത് 1937 ആണ് കേട്ടോ. അത് പിന്നീടാണ്. അപ്പൊ സംശയമുണ്ടാവരുത്. തിരുവിതാംകൂറിലെ പ്രാഥമിക വിദ്യാഭ്യാസം നിർബന്ധമാക്കിയത് റാണി ഗൗരി പാർവതിഭായി 1817. തിരുവിതാംകൂറിലെ സർക്കാർ ആഭിമുഖ്യത്തിൽ ഇംഗ്ലീഷ് വിദ്യാഭ്യാസത്തിന് തുടക്കം കുറിച്ചത് സ്വാതി തിരുനാളായിരുന്നു. തിരുവനന്തപുരത്ത് ഇംഗ്ലീഷ് സ്കൂൾ ആരംഭിച്ചത് സ്വാതി തിരുനാളാണ് 1834. ഇത് 1836 രാജാസ് ഫ്രീ സ്കൂൾ അഥവാ രാജാസ് ഫ്രീ സ്കൂൾ ആയിട്ട് മാറി. 1866 രാജാസ് ഫ്രീ സ്കൂളിനെ എന്താക്കി മാറ്റി? യൂണിവേഴ്സിറ്റി കോളേജാക്കി മാറ്റുകയും ചെയ്തു. അത് ആയില്യം തിരുനാളിന്റെ കാലഘട്ടത്താണ് കേട്ടോ. കേരളത്തിലെ ആദ്യത്തെ ഇംഗ്ലീഷ് സ്കൂള് മട്ടാഞ്ചേരിയില് സ്ഥാപിച്ചത് ഡൗസൺ ആയിരുന്നു. മട്ടാഞ്ചേരിയിൽ ഡൗസനാണ് സ്ഥാപിക്കുക കേട്ടോ. ശ്രീമൂലം തിരുനാൾ തിരുവിതാംകൂറില് പ്രാഥമിക വിദ്യാഭ്യാസം സൗജന്യമാക്കി മാറ്റിയത് ഏത് വർഷമായിരുന്നു? 1904. അപ്പൊ തിരുവിതാംകൂറിലെ പ്രാഥമിക വിദ്യാഭ്യാസം നിർബന്ധമാക്കിയത് റാണി ഗൗരി പാർവതിഭായിയാണ്. എന്നാൽ തിരുവിതാംകൂറിലെ പ്രാഥമിക വിദ്യാഭ്യാസം സൗജന്യമാക്കി മാറ്റിയത് ആരാണ്? ശ്രീമൂലം തിരുനാളുമാണ്. രണ്ടും നമ്മൾ മാറിപ്പോകാൻ പാടില്ല. തിരുവിതാംകൂറിൽ ഇംഗ്ലീഷ് വിദ്യാഭ്യാസത്തിന് തുടക്കം കുറിച്ചത് ആരെന്ന് ചോദിച്ചാൽ അത് LMS മിഷണറി സമൂഹം. എന്നാൽ തിരുവിതാംകൂറിൽ ഇംഗ്ലീഷ് വിദ്യാഭ്യാസം ആരംഭിച്ച ആദ്യ ഭരണാധികാരി എന്ന് ചോദിച്ചാൽ മാത്രമാണ് ആരുടെ പേര് പറയുക? സ്വാതി തിരുനാളിന്റെ പേര് പറയുക. ഓക്കെ, ചെറിയൊരു വാക്ക് ഇല്ലെങ്കിൽ ആൻസർ തന്നെ മാറിപ്പോകും. അപ്പൊ തിരുവിതാംകൂറിലെ പ്രാഥമിക വിദ്യാഭ്യാസം നിർബന്ധമാക്കിയത് റാണി ഗൗരി പാർവതിഭായി 1817. സർക്കാർ ആഭിമുഖ്യത്തിൽ തിരുവിതാംകൂറിലെ ഇംഗ്ലീഷ് വിദ്യാഭ്യാസം ആരംഭിച്ചത് സ്വാതി തിരുനാളാണ്. തിരുവനന്തപുരത്ത് ഇംഗ്ലീഷ് സ്കൂൾ ആരംഭിച്ചത് സ്വാതി തിരുനാൾ 1834. ഇത് പിന്നീട് 1836 രാജാസ് ഫ്രീ സ്കൂളായി മാറി. ഈ രാജാസ് ഫ്രീ സ്കൂൾ 1866 ആയില്യം തിരുനാളിന്റെ കാലഘട്ടത്ത് യൂണിവേഴ്സിറ്റി കോളേജായി മാറുകയും ചെയ്തു. കേരളത്തിലെ ആദ്യത്തെ ഇംഗ്ലീഷ് സ്കൂൾ ആരംഭിക്കുന്നത് മട്ടാഞ്ചേരിയിലാണ്, ഡൗസൺ. ശ്രീമൂലം തിരുനാൾ തിരുവിതാംകൂറിലെ പ്രാഥമിക വിദ്യാഭ്യാസം സൗജന്യമാക്കി മാറ്റിയത് 1904. ഈ ശ്രീമൂലം തിരുനാൾ തന്നെ 1914 എന്താക്കി മാറ്റി? തിരുവിതാംകൂറിലെ ദളിതർക്ക് സ്കൂളിൽ പ്രവേശനം അനുവദിച്ചു. നിങ്ങൾ അയ്യങ്കാളിയൊക്കെ പഠിക്കുമ്പോൾ അവിടെ പഠിക്കുന്ന ഒരു പോയിന്റ് ആണ് അല്ലെ. 1914 തിരുവിതാംകൂറിലെ ദളിതർക്ക് സ്കൂളിൽ പ്രവേശനം അനുവദിക്കുന്നത്. അതിന്റെ ഭാഗമായി പഞ്ചമേന്ന് കുട്ടി ഊരൂട്ടമ്പലം ഗവൺമെന്റ് സ്കൂളിൽ പോയതും പ്രവേശിപ്പിക്കാത്തതിനെ തുടർന്ന് അയ്യങ്കാളിയുടെ നേതൃത്വത്തിൽ ഊരൂട്ടമ്പലം ലഹള അഥവാ 90-ാം ലഹള ഉണ്ടായതെന്ന് നിങ്ങൾക്കറിയാം. സമ്പൂർണ്ണ പ്രാഥമിക വിദ്യാഭ്യാസം കൈവരിച്ച ഇന്ത്യയിലെ ആദ്യത്തെ മുനിസിപ്പാലിറ്റി പയ്യന്നൂരാണ്. സമ്പൂർണ്ണ പ്രാഥമിക വിദ്യാഭ്യാസം കൈവരിച്ച ഇന്ത്യയിലെ ആദ്യ മുനിസിപ്പാലിറ്റി പയ്യന്നൂർ. സമ്പൂർണ്ണ പ്രാഥമിക വിദ്യാഭ്യാസം കൈവരിച്ച ഇന്ത്യയിലെ ആദ്യത്തെ ഗ്രാമപഞ്ചായത്ത് എന്ന് പറയുന്നത് നിലമ്പൂരം. സമ്പൂർണ്ണ പ്രാഥമിക വിദ്യാഭ്യാസം കൈവരിച്ച ഇന്ത്യയിലെ ആദ്യ മുനിസിപ്പാലിറ്റി പയ്യന്നൂരും സമ്പൂർണ്ണ പ്രാഥമിക വിദ്യാഭ്യാസം കൈവരിച്ച ഇന്ത്യയിലെ ആദ്യത്തെ ഗ്രാമപഞ്ചായത്ത് നിലമ്പൂരുമാണ്. സമ്പൂർണ്ണ പ്രാഥമിക വിദ്യാഭ്യാസം കൈവരിച്ച ഇന്ത്യയിലെ ആദ്യ ജില്ല എന്ന് പറയുന്നത്
കണ്ണൂരായിരുന്നു 2016 അപ്പോഴത്തെ ഉപരാഷ്ട്രപതിയായ ഹമീദ് അൻസാരിയാണ് ഇത് പ്രഖ്യാപിക്കുന്നത്. അത് മനസ്സിലുണ്ടാവട്ടെ. ജസ്റ്റ് സൂചിപ്പിച്ചതാണ് കേട്ടോ. അപ്പൊ സമ്പൂർണ്ണ പ്രാഥമിക വിദ്യാഭ്യാസം കൈവരിച്ച ഇന്ത്യയിലെ ആദ്യ മുനിസിപ്പാലിറ്റി പയ്യന്നൂരാണ്. സമ്പൂർണ്ണ പ്രാഥമിക വിദ്യാഭ്യാസം കൈവരിച്ച ഇന്ത്യയിലെ ആദ്യ ഗ്രാമപഞ്ചായത്ത് നിലമ്പൂരാണ്. സമ്പൂർണ്ണ പ്രാഥമിക വിദ്യാഭ്യാസം കൈവരിച്ച ഇന്ത്യയിലെ ആദ്യ ജില്ല എന്ന് പറയുന്നത് കണ്ണൂർ. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത് സാക്ഷരതയെ കുറിച്ചായിരുന്നു. ഇന്നേ ദിവസം നമ്മൾ പഠിക്കുന്നത് പ്രാഥമിക വിദ്യാഭ്യാസവും. രണ്ടും നമ്മൾ ക്ലാസ് ഉണ്ടാവാൻ പാടില്ല കേട്ടോ. അതുകൊണ്ട് എടുത്ത് പറയണേ. കഴിഞ്ഞ ക്ലാസ്സിലെല്ലാം നമ്മൾ പഠിച്ചത് സാക്ഷരതയായിരുന്നു. എന്താണ് സാക്ഷരത? ഏതെങ്കിലും ഒരു ഭാഷ എഴുതുവാനോ വായിക്കുവാനോ സംസാരിക്കുവാനോ കേൾക്കുമ്പോൾ മനസ്സിലാവുകയോ ചെയ്താൽ അതാണ് സാക്ഷരത. മറിച്ച് പ്രാഥമിക വിദ്യാഭ്യാസം എന്ന് പറയുമ്പോൾ പ്രൈമറി എഡ്യൂക്കേഷൻ. ഇപ്പൊ കേരള വിദ്യാഭ്യാസ നയം അനുസരിച്ച പ്രാഥമിക വിദ്യാഭ്യാസം എന്ന് പറയുമ്പോൾ 7ാം ക്ലാസ് വരെ. കേന്ദ്ര സർക്കാരിന്റെ വിദ്യാഭ്യാസ നയം അനുസരിച്ച പ്രാഥമിക വിദ്യാഭ്യാസം എന്ന് പറഞ്ഞാൽ 8ാം ക്ലാസ് വരെയുള്ള പഠനം. ഓക്കെ. അപ്പൊ സമ്പൂർണ്ണ പ്രാഥമിക വിദ്യാഭ്യാസം കൈവരിച്ച ഇന്ത്യയിലെ ആദ്യ മുനിസിപ്പാലിറ്റി പയ്യന്നൂരാണ്. സമ്പൂർണ്ണ പ്രാഥമിക വിദ്യാഭ്യാസം കൈവരിച്ച ഇന്ത്യയിലെ ആദ്യ ഗ്രാമപഞ്ചായത്ത് നിലമ്പൂരാണ്. സമ്പൂർണ്ണ പ്രാഥമിക വിദ്യാഭ്യാസം കൈവരിച്ച ഇന്ത്യയിലെ ആദ്യ ജില്ല എന്ന് പറയുന്നത് കണ്ണൂരുമാണ്. യൂറോപ്യൻ മിഷണറിമാര് ഇന്ത്യയിൽ പ്രവർത്തനം ആരംഭിച്ച കാര്യം നിങ്ങളോട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. യൂറോപ്യൻ മിഷണറിമാരെ എത്തിച്ചേരാനുള്ള കാരണം 1813 രണ്ടാം ചാർട്ടർ നിയമത്തിന്റെ സഹായത്തോടു കൂടി. രണ്ടാം ചാർട്ടർ നിയമത്തിന്റെ അടിസ്ഥാനത്തിലാണ് യൂറോപ്യൻ ക്രിസ്ത്യൻ മിഷണറിമാർ ഇന്ത്യയിലേക്ക് എത്തിച്ചേരുക. അതിന്റെ ഭാഗമായി കേരളത്തിൽ 3 മിഷണറി സംഭവങ്ങളാണ് എത്തിച്ചേരുന്നത്. ഒന്ന്, ലണ്ടൻ മിഷൻ സൊസൈറ്റി. ലണ്ടൻ മിഷൻ സൊസൈറ്റി പ്രധാനമായും പ്രവർത്തിച്ചിരുന്നത് തിരുവിതാംകൂറിലായിരുന്നു. 2, ചർച്ച് മിഷൻ സൊസൈറ്റി അഥവാ CMS. CMS മധ്യ കേരളത്തിൽ പ്രവർത്തിച്ചു എന്ന് നമ്മൾ പറയാം. അതായത് കോട്ടയം മുതൽ ഏകദേശം തൃശ്ശൂർ വരെയുള്ള പ്രദേശങ്ങൾ. കോട്ടയം മുതൽ ഏകദേശം തൃശ്ശൂർ വരെ. ഈ കോട്ടയം എന്ന് പറയുന്നത് തിരുവിതാംകൂറിന്റെ ഭാഗമാണ്. എറണാകുളവും തൃശ്ശൂരും ഒക്കെ കൊച്ചി രാജ്യത്തിന്റെ. അതുകൊണ്ട് നമ്മൾ പറയും ചർച്ച് മിഷൻ സൊസൈറ്റി പ്രവർത്തിച്ചിരുന്നത് കൊച്ചിയിലും തിരുവിതാംകൂറിലുമായിരുന്നു. ബാസൽ ഇവാഞ്ചലിക്കൽ മിഷൻ മലബാറിലാണ്. മലബാർ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് അറിയാം, മലബാറിൽ ഏതെങ്കിലും ഒരു നാട്ടുരാജ്യം നമ്മളവിടെ പറയുന്നില്ല. കാരണം 1792 1792 ശ്രീരംഗപട്ടണ ഉടമ്പടിയിലൂടെ വയനാട് ഒഴികെയുള്ള ഭൂപ്രദേശം ബ്രിട്ടീഷുകാർ സ്വന്തമാക്കി. 1799 4ാം ആംഗ്ലോ മൈസൂർ യുദ്ധത്തിൽ ടിപ്പുവിനെ പരാജയപ്പെടുത്തിക്കൊണ്ട് വയനാട് ഭൂപ്രദേശവും ബ്രിട്ടീഷുകാർ കൈവശപ്പെടുത്തി. അതുകൊണ്ട് തന്നെ കൃത്യമായി പറഞ്ഞാൽ 1799 മുതൽ മലബാർ ഭൂപ്രദേശം ബ്രിട്ടീഷുകാരുടെ കീഴിലാണ്. 1802 റിച്ചാർഡ് വെല്ലസ്ലിയുടെ കാലഘട്ടത്ത് തഞ്ചാവൂരും മൈസൂറും ഉൾപ്പെടുത്തിക്കൊണ്ട് എന്ത് ചെയ്തു? ഒരു മദ്രാസ് പ്രവിശ്യ രൂപീകരിച്ചു. അങ്ങനെ മദ്രാസ് പ്രവിശ്യ രൂപീകരിച്ചപ്പോൾ 1802 മുതൽ കേരളത്തിന്റെ വടക്കൻ കേരളം അഥവാ മലബാർ ഭൂപ്രദേശം ഇന്ത്യന്റെ കീഴിലായിട്ട് മാറി, മദ്രാസ് പ്രവിശ്യയുടെ കീഴിലായി മാറി. അത് ബ്രിട്ടീഷുകാരുടെ നേരിട്ടുള്ള നിയന്ത്രണത്തിലല്ലേ. അതുകൊണ്ട് നമ്മൾ അവിടെ രാജ്യത്തെ എന്താണ് നാട്ടുരാജ്യത്തെ പറയാത്തത്, കേവലം മലബാർ എന്ന് പറയാനുള്ള സാഹചര്യം. ബ്രിട്ടീഷുകാരുടെ കീഴിലുള്ള മലബാർ. ഓക്കെ. അപ്പോൾ മിഷണറി സംഘങ്ങളും പ്രവർത്തന മേഖലകളും. ലണ്ടൻ മിഷൻ സൊസൈറ്റി തിരുവിതാംകൂറിലായിരുന്നു. ചർച്ച് മിഷൻ സൊസൈറ്റി കൊച്ചിയിലും തിരുവിതാംകൂറിലും സേവനം ചെയ്തു. ബാസൽ ഇവാഞ്ചലിക്കൽ മിഷൻ ബ്രിട്ടീഷ് ആധിപത്യമുണ്ടായിരുന്ന മദ്രാസ് പ്രവിശ്യയുടെ കീഴിലുണ്ടായിരുന്ന വടക്കൻ കേരളം അഥവാ മലബാർ ഭൂപ്രദേശവും. ഒന്നുകൂടെ നമുക്ക് റിവിഷൻ ചെയ്താലോ? തിരുവിതാംകൂറില് പ്രാഥമിക വിദ്യാഭ്യാസം നിർബന്ധമാക്കിയത് റാണി ഗൗരി പാർവതിബായി 1817. സർക്കാർ ആഭിമുഖ്യത്തിൽ തിരുവിതാംകൂറിൽ ഇംഗ്ലീഷ് വിദ്യാഭ്യാസം ആരംഭിച്ചത് സ്വാതി തിരുനാളായിരുന്നു. തിരുവനന്തപുരത്ത് ഇംഗ്ലീഷ് സ്കൂൾ ആരംഭിച്ചത് സ്വാതി തിരുനാൾ തന്നെ 1834. ഈ സ്വാതി തിരുനാൾ ആരംഭിച്ച ഇംഗ്ലീഷ് സ്കൂള് രാജാസ് ഫ്രീ സ്കൂളായി മാറുന്നത് 1836. തുടർന്ന് ആയില്യം തിരുനാളിന്റെ കാലഘട്ടത്ത് രാജാസ് ഫ്രീ സ്കൂൾ യൂണിവേഴ്സിറ്റി കോളേജായി മാറി. തിരുവിതാംകൂറിൽ ആദ്യ ഇംഗ്ലീഷ് സ്കൂളാണ് ആരംഭിക്കുക? നമ്മുടെ സ്വാതി തിരുനാൾ. എന്നാൽ കേരളത്തിലെ ആദ്യ ഇംഗ്ലീഷ് സ്കൂൾ എവിടെയെന്ന് ചോദിച്ചാൽ നമ്മൾ പറയും മട്ടാഞ്ചേരി എന്ന് പറയും. സ്ഥാപിച്ചത് ഡൗസൺ. ശ്രീമൂലം തിരുനാൾ തിരുവിതാംകൂറിലെ പ്രാഥമിക വിദ്യാഭ്യാസം സൗജന്യമാക്കി മാറ്റിയത് 1904 സമ്പൂർണ്ണ പ്രാഥമിക വിദ്യാഭ്യാസം കൈവരിച്ച ഇന്ത്യയിലെ ആദ്യ മുനിസിപ്പാലിറ്റി എന്ന് പറയുന്നത് പയ്യന്നൂർ. സമ്പൂർണ്ണ പ്രാഥമിക വിദ്യാഭ്യാസം കൈവരിച്ച ഇന്ത്യയിലെ ആദ്യത്തെ ഗ്രാമപഞ്ചായത്ത് എന്ന് പറയുന്നത് നിലമ്പൂരാണ്. സമ്പൂർണ്ണ പ്രാഥമിക വിദ്യാഭ്യാസം കൈവരിച്ച ഇന്ത്യയിലെ ആദ്യ ജില്ല എന്ന് പറയുന്നത് കണ്ണൂരാണ്. മിഷണറി സംഘങ്ങളും പ്രവർത്തന മേഖലകളും നമ്മൾ പരിശോധിക്കുന്നു. 1813 രണ്ടാം ചാർട്ടർ നിയമം അനുസരിച്ചാണ് യൂറോപ്യൻ ക്രിസ്ത്യൻ മിഷണറിമാർക്ക് ഇന്ത്യയിൽ പ്രവർത്തിക്കാൻ അനുമതി നൽകുക. ലണ്ടൻ മിഷൻ സൊസൈറ്റി പ്രധാനമായും പ്രവർത്തിച്ചിരുന്നത് തിരുവിതാംകൂറിലാണ്. ചർച്ച് മിഷൻ സൊസൈറ്റി അഥവാ CMS പ്രവർത്തിച്ചിരുന്നത് കൊച്ചിയിലും തിരുവിതാംകൂർ. ബാസൽ ഇവാഞ്ചലിക്കൽ മിഷൻ അഥവാ BEM പ്രവർത്തിച്ചിരുന്നത് ബ്രിട്ടീഷുകാരുടെ നേരിട്ടുള്ള ആധിപത്യത്തിന്റെ കീഴിൽ ഉണ്ടായിരുന്ന ഇന്നത്തെ വടക്കൻ കേരളം അഥവാ
മലബാർ ഭൂപ്രദേശം. ആണ് നമ്മൾ പറയുന്നു കേരള സംസ്ഥാന വിദ്യാഭ്യാസ വികസനത്തെ കുറിച്ച്. കേരള വിദ്യാഭ്യാസ നിയമം നിലവിൽ വന്നത് 1959 ജൂൺ മാസം 1 തീയതി. 1959 ജൂൺ മാസം 1 തീയതി. PSC ചോദ്യം ചോദിച്ചപ്പോഴെല്ലാം ഫസ്റ്റ് ഓപ്ഷനിൽ നൽകിയിരുന്നത് 1957 ജൂൺ 1 ഒരുപാട് ഉദ്യോഗാർത്ഥികളെ തെറ്റിച്ചിട്ടുണ്ട്. 2 വർഷം മറന്നു പോകരുത്. കേരള വിദ്യാഭ്യാസ നിയമം നിലവിൽ വന്നത് 1959 ജൂൺ മാസം 1 തീയതി. ആദ്യത്തെ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി എന്ന് പറയുന്നത് ജോസഫ് മുണ്ടശ്ശേരിയാണ്. കേരളത്തിൽ ആദ്യമായി SSLC പരീക്ഷ ആരംഭിക്കുന്നത് 1952. SSLC പരീക്ഷ ഗ്രേഡിംഗ് സിസ്റ്റത്തിലൂടെ നടപ്പിലാക്കപ്പെട്ടത് 2005. ഗ്രേഡിംഗ് സിസ്റ്റത്തിന്റെ അടിസ്ഥാനത്തിലെ ആദ്യത്തെ 10ാം തരം പരീക്ഷ SSLC പരീക്ഷ നടന്നത് 2005. അപ്പൊ കേരളത്തിൽ ആദ്യമായി SSLC പരീക്ഷ നടന്നത് 1952. ഗ്രേഡിംഗ് സിസ്റ്റം നടപ്പിലാക്കിയത് SSLC പരീക്ഷയിൽ ഗ്രേഡിംഗ് സിസ്റ്റം ആദ്യമായി നടപ്പിലാക്കിയത് 2005. കേരളത്തിൽ വയോജന വിദ്യാഭ്യാസം ആരംഭിക്കുന്നത് 1978 നവംബർ 2. നമ്മളിത് ആൾറെഡി പഠിച്ചിട്ടുണ്ട് അല്ലെ? വയോജന സംരക്ഷണം പഠിച്ചപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ കേരളത്തിലെ വയോജന വിദ്യാഭ്യാസം ആരംഭിച്ചത് 1978 നവംബർ മാസം 2 തീയതി. പ്രൈമറി വിദ്യാഭ്യാസം സാർവത്രികമാക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി 1904 ആരംഭിച്ച പദ്ധതിയായിരുന്നു ഡിസ്ട്രിക്ട് പ്രൈമറി എഡ്യൂക്കേഷൻ പ്രോഗ്രാം അഥവാ DPEP. ഡിസ്ട്രിക്ട് പ്രൈമറി എഡ്യൂക്കേഷൻ പ്രോഗ്രാം അഥവാ DPP. 6 മുതൽ 14 വയസ്സ് വരെ പ്രായമുള്ള കുട്ടികളുടെ പ്രാഥമിക വിദ്യാഭ്യാസം സാർവത്രികമാക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി 2001 ആരംഭിച്ച പദ്ധതിയായിരുന്നു സർവശിക്ഷ അഭിയാൻ അഥവാ SSA. അതായത് DPPക്ക് പകരമായി രൂപീകരിച്ചതെന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. അവിടെ രണ്ടും പ്രാഥമിക വിദ്യാഭ്യാസത്തിന് തന്നെ. പ്രൈമറി എഡ്യൂക്കേഷൻ എന്ന് പറയാൻ വേണ്ടി ഞാൻ ഓർമ്മിപ്പിക്കുന്നു, കേരളത്തിൽ 7ാം ക്ലാസ് വരെയാണെന്നുള്ള കേന്ദ്രത്തിൽ 8ാം ക്ലാസ് വരെയും കേട്ടോ. അപ്പൊ പ്രൈമറി വിദ്യാഭ്യാസം സാർവത്രികമാക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി 1994 ആരംഭിച്ച പദ്ധതിയായിരുന്നു ഡിസ്ട്രിക്ട് പ്രൈമറി എഡ്യൂക്കേഷൻ പ്രോഗ്രാം അഥവാ DPP. 6 മുതൽ 14 വരെ പ്രായമുള്ള കുട്ടികളുടെ പ്രാഥമിക വിദ്യാഭ്യാസം സാർവത്രികമാക്കുന്നതിന് നിലവിൽ വന്ന പദ്ധതിയായിരുന്നു സർവശിക്ഷ അഭിയാൻ അഥവാ SSA. ഏത് വർഷം? 2001. ഓക്കെ. ഈ സർവശിക്ഷ അഭിയാൻ 2001 തുടക്കം കുറിച്ചപ്പോൾ പ്രധാനമന്ത്രി അടൽ ബിഹാരി വാജ്പേയി ആയിരുന്നു. ഇന്നും അത് തുടരുന്നു എന്നതുകൊണ്ടാണ് അവിടെ പ്രാധാന്യം കൊടുത്ത് നമ്മൾ പറയട്ടോ. SSA സർവശിക്ഷ അഭിയാന്റെ ആപ്തവാക്യം എന്ന് പറയുന്നത് സർവരും പഠിക്കുക, സർവരും വളരുക. സർവരും പഠിക്കുക, സർവരും വളരുക. ഒന്നുകൂടെ നമുക്ക് റിവിഷൻ ചെയ്താലോ? കേരള സംസ്ഥാന വിദ്യാഭ്യാസ വികസനം. കേരള വിദ്യാഭ്യാസ നിയമം നിലവിൽ വന്നത് 1959 ജൂൺ മാസം 1 തീയതി. ആദ്യത്തെ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി എന്ന് പറയുന്നത് ജോസഫ് മുണ്ടശ്ശേരിയാണ്. SSLC പരീക്ഷ ആരംഭിക്കുന്നത് 1952. SSLC പരീക്ഷയിൽ ഗ്രേഡിംഗ് സിസ്റ്റം നടപ്പിലാക്കിയത് 2005. കേരളത്തിലെ വയോജന വിദ്യാഭ്യാസം ആരംഭിച്ചത് 1978 നവംബർ മാസം 2 തീയതി. പ്രൈമറി വിദ്യാഭ്യാസം സാർവത്രികമാക്കുന്നതിന് വേണ്ടി 1994 ആരംഭിച്ച പദ്ധതിയാണ് ഡിസ്ട്രിക്ട് പ്രൈമറി എഡ്യൂക്കേഷൻ പ്രോഗ്രാം എന്ന പേരിൽ അറിയപ്പെടുക. ഡിസ്ട്രിക്ട് പ്രൈമറി എഡ്യൂക്കേഷൻ പ്രോഗ്രാം എന്ന പേരിൽ അറിയപ്പെടുക അഥവാ DPP. 6 മുതൽ 14 വയസ്സ് വരെ പ്രായമുള്ള കുട്ടികളുടെ പ്രാഥമിക വിദ്യാഭ്യാസം സാർവത്രികമാക്കുന്നതിന് നിലവിൽ വന്ന പദ്ധതിയാണ് സർവശിക്ഷ അഭിയാൻ അഥവാ SSA. 2001. പ്രധാനമന്ത്രി അടൽ ബിഹാരി വാജ്പേയി. ആപ്തവാക്യം സർവരും പഠിക്കുക, സർവരും വളരുക. ഇവിടെ 6 മുതൽ 14 വയസ്സ് വരെ എന്ന് പറയുമ്പോൾ 1ാം ക്ലാസ് മുതൽ 8ാം ക്ലാസ് വരെയുള്ള കുട്ടികൾ എന്നർത്ഥം. 1ാം ക്ലാസ് മുതൽ 8ാം ക്ലാസ് വരെയുള്ള കുട്ടികൾ എന്നാണ് അർത്ഥമാക്കേണ്ടത്. ഓക്കെ അല്ലേ? ഇനി അടുത്ത് പറയുന്നു, സ്കൂൾ വിദ്യാർത്ഥികളുടെ മലയാളം ഭാഷ മെച്ചപ്പെടുത്തുവാൻ വേണ്ടിയുള്ള സർവശിക്ഷ അഭിയാന്റെ പദ്ധതിയാണ് മലയാള തിളക്കം എന്ന പേരിൽ അറിയപ്പെടുക. സ്കൂൾ വിദ്യാർത്ഥികളുടെ മലയാള ഭാഷ മെച്ചപ്പെടുത്തുവാൻ വേണ്ടിയുള്ള സർവശിക്ഷ അഭിയാന്റെ പദ്ധതിയാണ് മലയാള തിളക്കം എന്ന പേരിൽ അറിയപ്പെടുക. സെക്കൻഡറി വിദ്യാഭ്യാസത്തിന്റെ ഗുണനിലവാരം. ഇവിടെ സെക്കൻഡറി വിദ്യാഭ്യാസം എന്ന് പറയുമ്പോൾ 9ാം ക്ലാസ് മുതൽ 12ാം ക്ലാസ് വരെയാണ് എന്ന് നിങ്ങൾ മനസ്സിലുണ്ടാവണം. സെക്കൻഡറി വിദ്യാഭ്യാസത്തിന്റെ ഗുണനിലവാരം ഉയർത്തുവാൻ ലക്ഷ്യമിടുന്ന പദ്ധതിയാണ് രാഷ്ട്രീയ മാധ്യമിക് ശിക്ഷ അഭിയാൻ RMSA. സർവശിക്ഷ അഭിയാൻ എന്ന് പറയുമ്പോൾ 1ാം ക്ലാസ് തൊട്ട് 8ാം ക്ലാസ് വരെ, 9ാം ക്ലാസ് തൊട്ട് 12ാം ക്ലാസ് വരെയുള്ള കുട്ടികളുടെ വിദ്യാഭ്യാസ ഗുണനിലവാരം ഉയർത്താൻ ലക്ഷ്യമിടുന്ന പദ്ധതിയായിരുന്നു രാഷ്ട്രീയ മാധ്യമിക് ശിക്ഷ അഭിയാൻ അഥവാ RMSA. 2009 രാഷ്ട്രീയ മാധ്യമിക് ശിക്ഷ അഭിയാൻ അഥവാ RMSAക്ക് തുടക്കം കുറിക്കുക. ഉന്നത വിദ്യാഭ്യാസത്തിന്റെ ഗുണനിലവാരം ഉയർത്താൻ ലക്ഷ്യമിടുന്ന പദ്ധതിയാണ് രാഷ്ട്രീയ ഉച്ചതർ ശിക്ഷ അഭിയാൻ. അതായത് കലാലയ വിദ്യാഭ്യാസം. കലാലയ വിദ്യാഭ്യാസത്തിന്റെ ഗുണനിലവാരം
ഉയർത്താൻ ലക്ഷ്യമിടുന്ന പദ്ധതിയാണ് രാഷ്ട്രീയ ഉച്ചതർ ശിക്ഷാ അഭിയാൻ അഥവാ റൂസ എന്ന പേരിൽ അറിയപ്പെടുക. RUSA, റൂസ. അപ്പോ മറന്നുപോകരുത്. SSC ആരംഭിച്ചത് 2001 ഒന്നാം ക്ലാസ് തൊട്ട് 8ാം ക്ലാസ് വരെയുള്ള കുട്ടികളുടെ വിദ്യാഭ്യാസ ഗുണനിലവാരം ഉയർത്തുക. RMSA 2009 ആരംഭിച്ചു. 9ാം ക്ലാസ് മുതൽ 12ാം ക്ലാസ് വരെയുള്ള വിദ്യാർത്ഥികളുടെ ഗുണനിലവാരം ഉയർത്തുന്നതിന് വേണ്ടി കലാലയ വിദ്യാഭ്യാസത്തിന്റെ ഗുണനിലവാരം ഉയർത്താൻ ലക്ഷ്യമിടുന്ന പദ്ധതിയാണ് രാഷ്ട്രീയ ഉച്ചതല ശിക്ഷാ അഭിയാൻ അഥവാ RUSA, റൂസ. ഇന്ത്യയില് നിലവിൽ സാക്ഷരത ഏറ്റവും കൂടിയ ജില്ല എന്ന് പറയുന്നത് മിസോറാമിലെ സിർച്ചിപ്പാണ്. ഇന്ത്യയിലെ ഏറ്റവും സാക്ഷരത കുറഞ്ഞ ജില്ല എന്ന് പറയുന്നത് മധ്യപ്രദേശിലെ അലിരാജ്പൂരും. സാക്ഷരത കൂടിയത് മിസോറാമിലെ സിർച്ചിപ്പും, സാക്ഷരത കുറഞ്ഞത് മധ്യപ്രദേശിലെ അലിരാജ്പൂരും. ഇന്ത്യയില് ഉയർന്ന സാക്ഷരതാ നിരക്കുള്ള കേന്ദ്രഭരണ പ്രദേശം എന്ന് പറയുന്നത് ലക്ഷദ്വീപാണ്. ഈ ചോദ്യം PSC സ്ഥിരം ചോദിക്കുന്നതാണ്. എന്റെ ഫസ്റ്റ് ഓപ്ഷനിൽ ഡൽഹി തരികയും ചെയ്യും. ഒരുപാട് ഉദ്യോഗാർത്ഥികളെ തെറ്റുകയും ചെയ്യും. അതോടെ മറന്നുപോകരുത്. ഇന്ത്യയിലെ ഏറ്റവും ഉയർന്ന സാക്ഷരതാ നിരക്കുള്ള കേന്ദ്രഭരണ പ്രദേശം എന്ന് പറയുന്നത് ലക്ഷദ്വീപാണ്. ഇന്ത്യയിൽ ഏറ്റവും കുറവ് സാക്ഷരതാ നിരക്കുള്ള കേന്ദ്രഭരണ പ്രദേശം എന്ന് പറയുന്നത് ദാമൻ ദിയു, ദാദ്ര നഗർ ഹവേലി. നേരത്തെ ഇത് രണ്ട് കേന്ദ്രഭരണ പ്രദേശങ്ങളായിരുന്നു 2019 വരെ. 2019 രണ്ടും ഏകീകരിച്ചു. ഒന്ന് നിലവിൽ ഒറ്റ പേരാണ് നമ്മൾ പറയുക കേട്ടോ. ഇന്ത്യയിലെ ഏറ്റവും കുറവ് സാക്ഷരതാ നിരക്കുള്ള കേന്ദ്രഭരണ പ്രദേശം ദാമൻ ദിയു ആൻഡ് ദാദ്ര നഗർ ഹവേലി. ദാമൻ ദിയു ആൻഡ് ദാദ്ര നഗർ ഹവേലി. ഓർമ്മിച്ചേക്കാമോ? ഒന്നുകൂടെ നമുക്ക് റിവിഷൻ ചെയ്യാം. സ്കൂൾ വിദ്യാർത്ഥികളുടെ മലയാളം ഭാഷ മെച്ചപ്പെടുത്തുവാൻ വേണ്ടി സർവശിക്ഷാ അഭിയാൻ അഥവാ SSA ആരംഭിച്ച പദ്ധതിയാണ് എന്ത് പേരിൽ അറിയപ്പെടുന്നത്? മലയാള തിളക്കം എന്ന പേരിൽ അറിയപ്പെടുക. പിന്നെ പറയുന്നു, സെക്കൻഡറി വിദ്യാഭ്യാസത്തിന് ഗുണനിലവാരം ഉയർത്താൻ ലക്ഷ്യമിടുന്ന പദ്ധതിയാണ് രാഷ്ട്രീയ മാധ്യമിക് ശിക്ഷാ അഭിയാൻ അഥവാ RMSA എന്ന പേരിൽ അറിയപ്പെടുക. 2009 ആരംഭിച്ചു. ഉന്നത വിദ്യാഭ്യാസത്തിന് ഗുണനിലവാരം ഉയർത്താൻ ലക്ഷ്യമിടുന്ന പദ്ധതിയാണ് രാഷ്ട്രീയ ഉച്ചതല ശിക്ഷാ അഭിയാൻ റൂസ എന്ന പേരിൽ അറിയപ്പെടുക. ഇന്ത്യയില് ഏറ്റവും സാക്ഷരത കൂടിയ ജില്ല എന്ന് പറയുന്നത് മിസോറാമിലെ സിർസിപ്പാണ്. ഇന്ത്യയിലെ സാക്ഷരത ഏറ്റവും കുറഞ്ഞ ജില്ല എന്ന് പറയുന്നത് മധ്യപ്രദേശിലെ അലിരാജ്പൂരും. ഇന്ത്യയില് ഏറ്റവും ഉയർന്ന സാക്ഷരത നിരക്കുള്ള കേന്ദ്രഭരണ പ്രദേശം എന്ന് പറയുന്നത് ലക്ഷദ്വീപാണ്. ഇന്ത്യയിലെ ഏറ്റവും കുറവ് സാക്ഷരത നിരക്കുള്ള കേന്ദ്രഭരണ പ്രദേശം എന്ന് പറയുന്നത് ദാമൻ ദിയു, ദാദ്ര നഗർ ഹവേലി. ക്ലിയർ ആണേ? അപ്പൊ വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പൂർണ്ണമായിട്ടൊന്ന് റിവിഷൻ ചെയ്തിട്ട് തുടർന്ന് നമുക്ക് പോകാം. കേരള സംസ്ഥാന വിദ്യാഭ്യാസ വികസനം. കേരള വിദ്യാഭ്യാസ നിയമം നിലവിൽ വന്നത് 1959 ജൂൺ 1. ആദ്യത്തെ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി എന്ന് പറയുന്നത് ജോസഫ് മുണ്ടശ്ശേരി. SSLC പരീക്ഷ കേരളത്തിൽ ആദ്യമായി ആരംഭിക്കുന്നത് 1952 SLC പരീക്ഷയിൽ ഗ്രേഡിംഗ് സിസ്റ്റം നടപ്പിലാക്കുന്നത് 2005. കേരളത്തിലെ വയോജന വിദ്യാഭ്യാസം ആരംഭിക്കുന്നത് 1978 നവംബർ 2 പ്രൈമറി വിദ്യാഭ്യാസം സാർവത്രികമാക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി 1994 ആരംഭിച്ച പദ്ധതിയാണ് ഡിസ്ട്രിക്ട് പ്രൈമറി എഡ്യൂക്കേഷൻ ഫോറം. 6 മുതൽ 14 വയസ്സ് വരെ പ്രായമുള്ള കുട്ടികളുടെ അല്ലെങ്കിൽ 1ാം ക്ലാസ് തൊട്ട് 8ാം ക്ലാസ് വരെ പ്രാഥമിക വിദ്യാഭ്യാസം സാർവത്രികമാക്കുന്നതിന് നിലവിൽ വന്ന പദ്ധതിയാണ് സർവശിക്ഷ അഭിയാൻ 2001. SSA തുടക്കം കുറിച്ചപ്പോൾ പ്രധാനമന്ത്രി അടൽ ബിഹാരി വാജ്പേയി SSA ആപ്തവാക്യം എന്ന് പറയുന്നത് സർവരും പഠിക്കുക, സർവരും വളരുക. ഓക്കെ അല്ലേ? സ്കൂൾ വിദ്യാർത്ഥികളുടെ മലയാള ഭാഷ മെച്ചപ്പെടുത്തുവാൻ വേണ്ടിയുള്ള സർവശിക്ഷ അഭിയാന്റെ പദ്ധതിയാണ് മലയാള തിളക്കം എന്നറിയപ്പെടുന്നത്. സെക്കൻഡറി വിദ്യാഭ്യാസത്തിന് ഗുണനിലവാരം ഉയർത്താൻ ലക്ഷ്യമിടുന്ന പദ്ധതിയാണ് രാഷ്ട്രീയ മാധ്യമിക് ശിക്ഷാ അഭിയാൻ അഥവാ RMSA 2009 ആരംഭിച്ചു. ഉന്നത വിദ്യാഭ്യാസത്തിന്റെ ഗുണനിലവാരം ഉയർത്താൻ ലക്ഷ്യമിടുന്ന പദ്ധതിയാണ് റൂസ, രാഷ്ട്രീയ ഉച്ചതല ശിക്ഷാ അഭിയാൻ. ഇന്ത്യയിലെ ഏറ്റവും സാക്ഷരത കൂടിയ ജില്ല എന്ന് പറയുന്നത് മിസോറാമിലെ സിർസിപ്പും, സാക്ഷരത കുറഞ്ഞ ജില്ല മധ്യപ്രദേശിലെ അലിരാജ്പൂരും. ഇന്ത്യയിലെ ഉയർന്ന സാക്ഷരതാ നിരക്കുള്ള കേന്ദ്രഭരണ പ്രദേശം എന്ന് പറയുന്നത് ലക്ഷദ്വീപാണ്. ഇന്ത്യയിലെ ഏറ്റവും കുറവ് സാക്ഷരതാ നിരക്കുള്ള കേന്ദ്രഭരണ പ്രദേശം ദാമൻ ദിയു, ദാദ്ര നഗർ ഹവേലി. അത് നമ്മൾ പറയുന്നു, കേരളത്തിൽ ആദ്യമായി മലയാള നിഘണ്ടു തയ്യാറാക്കിയത് അർണോസ് പാദ്രിയാണ്. മലയാളത്തിലെ ആദ്യത്തെ നിഘണ്ടു തയ്യാറാക്കിയത് അർണോസ് പാദ്രി. ഇംഗ്ലീഷ് മലയാളം നിഘണ്ടു തയ്യാറാക്കിയത് ബെഞ്ചമിൻ ബെയ്ലിയാണ്. ആദ്യത്തെ മലയാളം നിഘണ്ടു തയ്യാറാക്കിയത് അർണോസ് പാദ്രി. ഇംഗ്ലീഷ് മലയാളം നിഘണ്ടു തയ്യാറാക്കിയത് ബെഞ്ചമിൻ ബെയ്ലി. ഇംഗ്ലീഷ് മലയാളം നിഘണ്ടു തയ്യാറാക്കിയത് ബെഞ്ചമിൻ ബെയ്ലി. മലയാളം ഇംഗ്ലീഷ് നിഘണ്ടു തയ്യാറാക്കിയതാണ് ഹെർമൻ ഗുണ്ടർട്ട്. മാറിപ്പോകരുത്. മലയാളത്തിൽ ആദ്യം നിഘണ്ടു അർണോസ് പാദ്രി. ഇംഗ്ലീഷില് മലയാളം നിഘണ്ടു തയ്യാറാക്കിയത് ബെഞ്ചമിൻ ബെയ്ലി.
മലയാളം ഇംഗ്ലീഷ് നീണ്ടു തയ്യാറാക്കിയത് ഹെർമൻ ഗുണ്ടൻ. മലയാളത്തിലെ ആദ്യ വ്യാകരണ ഗ്രന്ഥം തയ്യാറാക്കുന്നത് ഡോക്ടർ ആഞ്ചലോസ് ഫ്രാൻസിസ് ആണ്. മലയാളത്തിലെ ആദ്യത്തെ വ്യാകരണ ഗ്രന്ഥം തയ്യാറാക്കുന്ന ആരാണ്? ഡോക്ടർ ആഞ്ചലോസ് ഫ്രാൻസിസ്. മലയാള ഭാഷയിൽ അച്ചടിച്ച ആദ്യത്തെ സമ്പൂർണ്ണ ഗ്രന്ഥം എന്ന് പറയുന്നത് സംക്ഷേപവേദാർത്ഥം. എവിടെ നിന്നാണ് അച്ചടിക്കുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇറ്റലിയിലെ റോമിൽ നിന്ന് അച്ചടിക്കുക 1772 ക്ലമന്റ് പിയാനിയോസ് എന്ന് പറയുന്ന വൈദികൻ. ക്ലമന്റ് പിയാനിയോസ് കേട്ടോ, ക്ലമന്റ് പിയാനിയോസ്. ക്ലമന്റ് പിയാനിയോസ് ആണ് സംക്ഷേപവേദാർത്ഥം അച്ചടിക്കുക. ക്ലമന്റ് പിയാനിയോസ്. അപ്പൊ ഒന്നുകൂടെ നമുക്ക് റിവിഷൻ ചെയ്യാം. ആദ്യ മലയാളം നിഘണ്ടു തയ്യാറാക്കിയത്, മലയാളത്തിലെ നിഘണ്ടു ആദ്യമായി തയ്യാറാക്കിയത് അർണോസ് പാപ്പി. ഇംഗ്ലീഷ് മലയാളം നിഘണ്ടു തയ്യാറാക്കിയത് CMS പ്രസിന്റെ സ്ഥാപകനായ ബെഞ്ചമിൻ ബെയ്ലി. CMS പ്രസിന്റെ സ്ഥാപകനായ ബെഞ്ചമിൻ ബെയ്ലി. എന്നാൽ മലയാളം ഇംഗ്ലീഷ് നിഘണ്ടു തയ്യാറാക്കിയത് ഹെർമൻ ഗുണ്ടൻ. മലയാളം ഇംഗ്ലീഷ് നിഘണ്ടു തയ്യാറാക്കിയത് ഹെർമൻ ഗുണ്ടനാണ്. 1872 ആണ് കേട്ടോ, 1872. മലയാളത്തിലെ ആദ്യത്തെ വ്യാകരണ ഗ്രന്ഥം തയ്യാറാക്കിയത് ഡോക്ടർ ആഞ്ചലോസ് ഫ്രാൻസിസ്. മലയാളത്തിലെ ആദ്യത്തെ വ്യാകരണ ഗ്രന്ഥം തയ്യാറാക്കുന്നത് ഡോക്ടർ ആഞ്ചലോസ് ഫ്രാൻസിസ് ആണ്. മലയാള ഭാഷയിൽ അച്ചടിച്ച ആദ്യ സമ്പൂർണ്ണ ഗ്രന്ഥം എന്ന് പറയുന്ന സംക്ഷേപവേദാർത്ഥം ഇറ്റലിയിൽ റോമിൽ നിന്നാണ് അച്ചടിക്ക് നേതൃത്വം നൽകിയത് ക്ലമന്റ് പിയാനിയോസ്. കേരളത്തിലെ ആദ്യ കോളേജ് എന്ന് പറയുന്നത് CMS കോളേജ് കോട്ടയം 1817 ആരംഭിച്ചു. കേരളത്തിലെ ആദ്യ കോളേജ് എന്ന് പറയുന്നത് CMS കോളേജ് കോട്ടയം 1817 ആരംഭിക്കുന്നു. മറക്കില്ലല്ലോ, ഒന്നുകൂടെ നമുക്ക് റിവിഷൻ ചെയ്താലോ. യെസ്, കേരളത്തിൽ ആദ്യമായിട്ടാണ് മലയാളത്തിൽ നീണ്ടു തയ്യാറാക്കിയത് അർണോസ് പാദ്രി, ഇംഗ്ലീഷ് മലയാളം നീണ്ടു തയ്യാറാക്കിയത് ബെഞ്ചമിൻ ബെയ്ലി, മലയാളം ഇംഗ്ലീഷ് നീണ്ടു തയ്യാറാക്കിയത് ഹെർമൻ ഗുണ്ടൻ. മലയാളത്തിലെ ആദ്യ വ്യാകരണ ഗ്രന്ഥം തയ്യാറാക്കുന്നത് ഡോക്ടർ ആഞ്ചലോസ് ഫ്രാൻസിസ് ആണ്. മലയാള ഭാഷയിൽ അച്ചടിച്ച ആദ്യ സമ്പൂർണ്ണ ഗ്രന്ഥം എന്ന് പറയുന്നത് സംക്ഷേപവേദാർത്ഥം. അത് അച്ചടിക്കാൻ നേതൃത്വം നൽകിയത് ക്ലമന്റ് പിയാനിയോസ്. കേരളത്തിൽ ആദ്യ കോളേജ് ആരംഭിച്ചത് CMS കോളേജ്, ചർച്ച് മിഷൻ സൊസൈറ്റിയിലെ മിഷണറി സമൂഹമാണ്. അതുകൊണ്ടാണ് ഇതിന് CMS കോളേജ് എന്ന് പേര് വരിക 1817. ഇനി വിദ്യാഭ്യാസ രംഗവുമായി ബന്ധപ്പെട്ട മറ്റ് കുറച്ച് സ്ഥാപനങ്ങളാണ് നമ്മളിവിടെ പഠിക്കുക. കേരള കൗൺസിൽ ഫോർ ഹിസ്റ്റോറിക്കൽ റിസർച്ച്. കേരള കൗൺസിൽ ഫോർ ഹിസ്റ്റോറിക്കൽ റിസർച്ച് ചരിത്രം, പുരാവസ്തുശാസ്ത്രം തുടങ്ങിയ ഇതര വിഷയങ്ങളിലും ഗവേഷണ അധിഷ്ഠിതമായ ഒരു സ്വയംഭരണ ഗവേഷണ സ്ഥാപനമാണ് കേരള കൗൺസിൽ ഫോർ ഹിസ്റ്റോറിക്കൽ റിസർച്ച്. കേരള കൗൺസിൽ ഫോർ ഹിസ്റ്റോറിക്കൽ റിസർച്ച് എന്ന് പറയുന്നത് ഒരു സ്വയംഭരണ ഗവേഷണ സ്ഥാപനമാണ്. സ്ഥിതി ചെയ്യുന്നത് തിരുവനന്തപുരം ജില്ലയിലെ വൈലോപ്പള്ളി സംസ്കൃതി ഭവനിലാണ്. തിരുവനന്തപുരം ജില്ലയിലെ വെള്ളാപ്പള്ളി സംസ്കൃതി ഭവനിൽ. 2, കേരള സംസ്ഥാന ഉന്നത വിദ്യാഭ്യാസ കൗൺസിൽ. കേരള സംസ്ഥാന ഉന്നത വിദ്യാഭ്യാസ കൗൺസിൽ സ്ഥാപിതമാകുന്നത് 2007 മാർച്ച് 16. ഉന്നത വിദ്യാഭ്യാസ രംഗത്തെ കേരള ഗവൺമെന്റിന്റെ ഒരു ഉപദേശക സമിതിയാണ് കേരള സംസ്ഥാന ഉന്നത വിദ്യാഭ്യാസ കൗൺസിൽ. ഉപദേശക സമിതിയാണ്. അപ്പോ ഉന്നത വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട ആൾക്കാരായിരിക്കില്ല ഈ വിദ്യാഭ്യാസ കൗൺസിൽ വരുന്നത്, അല്ലെ? പ്രധാന വ്യക്തിയായിട്ട് അത് മനസ്സിലുണ്ടാകട്ടെ. അഡ്വൈസറി ബോഡി, ഗവേണിംഗ് ബോഡി, എക്സിക്യൂട്ടീവ് ബോർഡ് എന്നിങ്ങനെ 3 സമിതികൾ ഉൾക്കൊള്ളുന്നതാണ് കൗൺസിൽ. പ്രസിദ്ധീകരണം ഹയർ എഡ്യൂക്കേഷൻ ഫോർ ദ ഫ്യൂച്ചർ 2014 മുതൽ പ്രസിദ്ധീകരിക്കുന്നു. രക്ഷാധികാരി എന്ന് പറയുന്നത് ഗവർണറാണ്. ചെയർപേഴ്സൺ എന്ന് പറയുന്നത് ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി. ഓക്കെ, ഗവേണിംഗ് ബോഡിയാണ് അഥവാ ഉപദേശക സമിതിയാണെന്ന് ഓർമ്മിക്കുക. ചെയർമാൻ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയാണ്. അല്ലാതെ നേരിട്ട് കാര്യങ്ങൾ തീരുമാനിക്കുന്ന ആരാണ്? സർവകലാശാലയിലെ ചാൻസലറാണ്. ഉന്നത വിദ്യാഭ്യാസം എന്ന് പറയുമ്പോൾ കോളേജ് വിദ്യാഭ്യാസം. ആ കോളേജ് ഏത് യൂണിവേഴ്സിറ്റിയുമായിട്ടാണോ അഫിലിയേറ്റ് ചെയ്തിരിക്കുന്നത് ആ യൂണിവേഴ്സിറ്റിയുടെ നിർദ്ദേശങ്ങളാണ് നടപ്പിലാക്കുന്നത്. ആ യൂണിവേഴ്സിറ്റിയുടെ മാർഗനിർദ്ദേശങ്ങൾ തയ്യാറാക്കുന്നത് വൈസ് ചാൻസലറും അദ്ദേഹത്തിന്റെ കീഴിലുള്ള സിൻഡിക്കേറ്റുമായിരിക്കും. ശരിയല്ലേ? അപ്പൊ കേരള സംസ്ഥാന ഉന്നത വിദ്യാഭ്യാസ കൗൺസിൽ രൂപീകരിക്കപ്പെട്ടത് 2007 മാർച്ച് 16. ഉന്നത വിദ്യാഭ്യാസ രംഗത്തെ കേരള ഗവൺമെന്റിന്റെ ഉപദേശക സമിതിയാണ് കേരള സംസ്ഥാന ഉന്നത വിദ്യാഭ്യാസ കൗൺസിൽ. അഡ്വൈസറി ബോർഡ്, ഗവേണിംഗ് ബോഡി, എക്സിക്യൂട്ടീവ് ബോഡി എന്നിങ്ങനെ 3 സമിതികൾ ഉൾക്കൊള്ളുന്നതാണ് കൗൺസിൽ. കേരള സംസ്ഥാന ഉന്നത വിദ്യാഭ്യാസ കൗൺസിലിന്റെ പ്രസിദ്ധീകരണം ഹയർ എഡ്യൂക്കേഷൻ ഫോർ ദ ഫ്യൂച്ചർ എന്ന പേരിൽ അറിയപ്പെടുന്നു. 2014 മുതൽ പ്രസിദ്ധീകരിക്കുന്നു. രക്ഷാധികാരി ഗവർണറായിരിക്കും. ചെയർമാൻ എന്ന് പറയുന്നത് ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി. ഒന്നുകൂടെ നമുക്ക് റിവിഷൻ ചെയ്താൽ ഈ സ്ലൈഡിൽ പറയുന്ന കാര്യങ്ങൾ. കേരള കൗൺസിൽ ഫോർ ഹിസ്റ്റോറിക്കൽ റിസർച്ച്
ചരിത്രം, പുരാവസ്തുശാസ്ത്രം തുടങ്ങി ഇതര വിഷയങ്ങളിലും ഗവേഷണാധിഷ്ഠിതമായ ഒരു സ്വയംഭരണ ഗവേഷണ സ്ഥാപനമാണ് കേരള കൗൺസിൽ ഫോർ ഹിസ്റ്റോറിക്കൽ റിസർച്ച്. ആസ്ഥാനം തിരുവനന്തപുരം ജില്ലയിലെ വൈലോപ്പിള്ളി സംസ്കൃതി ഭവനിലുമാണ്. കേരള സംസ്ഥാന ഉന്നത വിദ്യാഭ്യാസ കൗൺസിൽ രൂപീകരിക്കപ്പെടുന്നത് 2007 മാർച്ച് 16. ഉന്നത വിദ്യാഭ്യാസ രംഗത്തെ കേരള ഗവൺമെന്റിന്റെ ഒരു ഉപദേശക സമിതി, അഡ്വൈസറി ബോഡി, ഗവേണിംഗ് ബോഡി, എക്സിക്യൂട്ടീവ് ബോഡി എന്നിങ്ങനെ 3 സമിതികൾ ഉൾക്കൊള്ളുന്നതാണ് കൗൺസിൽ. പ്രസിദ്ധീകരണം ഹയർ എഡ്യൂക്കേഷൻ ഫോർ ദി ഫ്യൂച്ചർ 2014 പ്രസിദ്ധീകരണം ആരംഭിച്ചു. രക്ഷാധികാരി ഗവർണറാണ്. ചെയർമാൻ എന്ന് പറയുന്നത് ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി. കേരള സംസ്ഥാന സർക്കാർ തുടക്കം കുറിച്ച പ്രധാനപ്പെട്ട ഒരു പദ്ധതിയായിരുന്നു പൊതുവിദ്യാഭ്യാസ സംരക്ഷണം. പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞത്തിന്റെ ലക്ഷ്യം സംസ്ഥാനത്തെ എല്ലാ സ്കൂളുകളെയും മികവിന്റെ കേന്ദ്രങ്ങളായി ഉയർത്തുക. സംസ്ഥാനത്തെ എല്ലാ സ്കൂളുകളെയും മികവിന്റെ കേന്ദ്രങ്ങളായി ഉയർത്തുക. കൂടാതെ ഇംഗ്ലീഷ് ഭാഷാ പ്രാവീണ്യം ഉൾപ്പെടെ വിദ്യാർത്ഥികളുടെ ആശയവിനിമയ ശേഷിയും ജീവിത നൈപുണ്യങ്ങളും, അതായത് സ്കിൽസ് വികസിപ്പിക്കുക. സംസ്ഥാനത്തെ എല്ലാ സ്കൂളുകളെയും മികവിന്റെ കേന്ദ്രങ്ങളായി ഉയർത്തുക. ഇംഗ്ലീഷ് ഭാഷ പ്രാവീണ്യം ഉൾപ്പെടെ വിദ്യാർത്ഥികളുടെ ആശയവിനിമയ ശേഷിയും ജീവിത നൈപുണ്യങ്ങളും വികസിപ്പിക്കുക. അധ്യക്ഷൻ മുഖ്യമന്ത്രിയായിരിക്കും. പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞത്തിന്റെ അധ്യക്ഷൻ മുഖ്യമന്ത്രിയാണ്. സഹ അധ്യക്ഷൻ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി. സഹ അധ്യക്ഷൻ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയായിരിക്കും. ഉപാധ്യക്ഷന്മാർ ഇവരെങ്ങനെ തീരുമാനിച്ചു കഴിഞ്ഞാൽ ഫണ്ട് അലോട്ട് ചെയ്യണ്ടേ? വേണം. പൊതുവിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട് പൊതുവിദ്യാലയങ്ങളുടെ സംരക്ഷണ ചുമതല ആർക്കാണ്? തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കാണ് അല്ലെ? യെസ്. അപ്പോ ഫണ്ട് കൊടുക്കാൻ ഉപാധ്യക്ഷന്മാരായി ധനകാര്യ വകുപ്പ് മന്ത്രി ഉണ്ടാവും, തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി ഉണ്ടാവും, കൂടാതെ സാമൂഹിക നീതി വകുപ്പ് മന്ത്രിയും ഉണ്ടാവും. അപ്പൊ പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞത്തിന്റെ അധ്യക്ഷൻ മുഖ്യമന്ത്രി, സഹാധ്യക്ഷൻ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി, ഉപാധ്യക്ഷന്മാർ ധനകാര്യ വകുപ്പ് മന്ത്രി, തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി, കൂടാതെ സാമൂഹിക നീതി വകുപ്പ് മന്ത്രിമാർ. പ്രത്യേക ക്ഷണിതാവ് പ്രതിപക്ഷ നേതാവായിരിക്കും. പ്രത്യേക ക്ഷണിതാവ് പ്രതിപക്ഷ നേതാവ്. മിഷൻ സെക്രട്ടറി എന്ന് പറയുന്നത്, അതായത് പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞത്തിന്റെ സെക്രട്ടറി എപ്പോഴും ആരായിരിക്കും? പൊതുവിദ്യാഭ്യാസ വകുപ്പ് സെക്രട്ടറിയുമായിരിക്കും. തീർന്നു. അപ്പോൾ പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞം ലക്ഷ്യം സംസ്ഥാനത്തെ എല്ലാ സ്കൂളുകളെയും മികവിന്റെ കേന്ദ്രങ്ങളായി ഉയർത്തുക. ഇംഗ്ലീഷ് ഭാഷാ പ്രാവീണ്യം ഉൾപ്പെടെ വിദ്യാർത്ഥികളുടെ ആശയവിനിമയ ശേഷിയും ജീവിത നൈപുണ്യങ്ങളും വികസിപ്പിക്കുക. അധ്യക്ഷൻ എപ്പോഴും മുഖ്യമന്ത്രിയായിരിക്കും. സഹാധ്യക്ഷൻ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി അഥവാ പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി. ഉന്നത വിദ്യാഭ്യാസമല്ല, പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി. ഉപാധ്യക്ഷന്മാർ ധനകാര്യ വകുപ്പ് മന്ത്രി, തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി, കൂടാതെ സാമൂഹിക നീതി വകുപ്പ് മന്ത്രിമാർ. പ്രത്യേക ക്ഷണിതാവ് പ്രതിപക്ഷ നേതാവ്. മിഷൻ സെക്രട്ടറി എന്ന് പറയുന്നത് പൊതുവിദ്യാഭ്യാസ വകുപ്പ് സെക്രട്ടറി. ഓർമ്മിച്ചേക്കാമോ? ഇനി കേരളത്തില് സാക്ഷരതാ പ്രവർത്തനത്തില് ഏറ്റവും കൂടുതൽ പ്രവർത്തിച്ച ഒരു NGO ഉണ്ട്, നോൺ ഗവൺമെന്റ് ഓർഗനൈസേഷൻ. NGO, നോൺ ഗവൺമെന്റ് ഓർഗനൈസേഷൻ. അതാണ് കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത്. കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് കേരളത്തിൽ പ്രവർത്തിക്കുന്ന ഒരു ജനകീയ ശാസ്ത്ര പ്രസ്ഥാനമാണ്. നിലവിൽ വന്നത് 1962 ഏപ്രിൽ മാസം 8 രൂപീകരണത്തിന് നേതൃത്വം നൽകിയത് ഡോക്ടർ KG അടിയോടി, PD ഭാസ്കര പണിക്കർ എന്നിവർ. ഡോക്ടർ KG അടിയോടിയും PD ഭാസ്കര പണിക്കർ. കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്തിന്റെ അടിസ്ഥാന മുദ്രാവാക്യം എന്ന് പറയുന്നത് ശാസ്ത്രം സാമൂഹ്യ വിപ്ലവത്തിന്. വീണ്ടും ഞാൻ ഓർമ്മിപ്പിക്കുന്നു, കേരളത്തിലെ സാക്ഷരതാ പരിപാടികളിൽ ഏറ്റവും കൂടുതൽ പ്രവർത്തിച്ചിരുന്ന ഒരു NGO, നോൺ ഗവൺമെന്റ് ഓർഗനൈസേഷൻ. NGO അഥവാ നോൺ ഗവൺമെന്റ് ഓർഗനൈസേഷൻ ആണ് എന്താ? കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത്. അടിസ്ഥാന മുദ്രാവാക്യം എന്ന് പറയുന്നത് ശാസ്ത്രം സാമൂഹ്യ വിപ്ലവത്തിന്. പ്രധാനപ്പെട്ട പ്രസിദ്ധീകരണങ്ങളാണ് ശാസ്ത്രഗതി, ശാസ്ത്ര കേരളം എന്നിവ. ബാലശാസ്ത്ര ദ്വൈവാരികയാണ് യുറേക്ക, അതായത് 2 ആഴ്ചയിൽ ഒരിക്കൽ പ്രസിദ്ധീകരിക്കുന്ന കുട്ടികൾക്ക് വേണ്ടിയുള്ളത് യുറേക്ക. ഓക്കെ, മറക്കരുത്, ഇമ്പോർട്ടന്റ് ആണ്. പ്രധാനപ്പെട്ട 3 പ്രസിദ്ധീകരണങ്ങളുണ്ട്: ശാസ്ത്രഗതി, ശാസ്ത്രകേരളം, പിന്നെ കുട്ടികൾക്ക് വേണ്ടിയുള്ള യുറേക്ക. കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്തിന്റെ ഡിജിറ്റൽ പ്ലാറ്റ്ഫോം ആണ് ലൂക്ക എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഓക്കെ, ഡിജിറ്റൽ പ്ലാറ്റ്ഫോം എന്ന പേരിൽ അറിയപ്പെടുന്നു, ലൂക്ക എന്ന പേരിലും അറിയപ്പെടുന്നു. ഒന്നുകൂടെ നമുക്ക് റിവിഷൻ ചെയ്താലോ? കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് കേരളത്തിൽ പ്രവർത്തിക്കുന്ന ഒരു ജനകീയ ശാസ്ത്ര പ്രസ്ഥാനം. നിലവിൽ വന്നത് 1962 ഏപ്രിൽ മാസം 8 രൂപീകരണത്തിന് നേതൃത്വം നൽകിയത് 2 പേരായിരുന്നു, KG അടിയോടിയും PD ഭാസ്കര പണിക്കരും.
അടിസ്ഥാന മുദ്രാവാക്യം എന്ന് പറയുന്നത് ശാസ്ത്രം സാമൂഹ്യ വിപ്ലവത്തിന്. പ്രധാന പ്രസിദ്ധീകരണങ്ങളാണ് ശാസ്ത്രഗതി, ശാസ്ത്രകേരളം, കൂടാതെ ബാലശാസ്ത്ര ദ്വൈവാരികയായി യുറീക്ക്. ഡിജിറ്റൽ പ്ലാറ്റ്ഫോം ലൂക്ക എന്ന പേരിൽ അറിയപ്പെടുന്നു. എന്ന് നമ്മൾ പഠിച്ചത് പൂർണ്ണമായിട്ടും റിവിഷൻ ചെയ്താലോ? പ്രാഥമിക വിദ്യാഭ്യാസമാണ് നമ്മൾ പ്രധാനമായും തുടക്കം കുറിച്ചത്. തിരുവിതാംകൂറിലെ പ്രാഥമിക വിദ്യാഭ്യാസം നിർബന്ധമാക്കിയത് റാണി ഗൗരി പാർവതിബായി 1817. സർക്കാർ ആഭിമുഖ്യത്തിൽ തിരുവിതാംകൂറിൽ ഇംഗ്ലീഷ് വിദ്യാഭ്യാസം ആരംഭിച്ചത് സ്വാതി തിരുനാൾ. തിരുവനന്തപുരത്തെ ഇംഗ്ലീഷ് സ്കൂൾ ആരംഭിച്ചത് സ്വാതി തിരുനാളാണ്. സ്ഥാപിച്ചത് 1834. 1836 ഇത് രാജാ സഫ്രി സ്കൂളായി മാറി. 1866 രാജാ സഫ്രി സ്കൂളിനെ യൂണിവേഴ്സിറ്റി കോളേജിലേക്ക് മാറ്റിയത് ആയില്യം തിരുനാൾ മഹാരാജാവ്. കേരളത്തിലെ ആദ്യത്തെ ഇംഗ്ലീഷ് സ്കൂള് കൊച്ചി മഹാരാജ്യത്ത് മട്ടാഞ്ചേരിയിൽ ആരംഭിച്ചു ഡൗസൺ എന്ന ഇംഗ്ലീഷുകാരൻ. ശ്രീമൂലം തിരുനാൾ തിരുവിതാംകൂറിലെ പ്രാഥമിക വിദ്യാഭ്യാസം സൗജന്യമാക്കിയത് 1904 ഈ ശ്രീമൂലം തിരുനാൾ തന്നെയാണ് തിരുവിതാംകൂറിലെ ദളിതർക്ക് സ്കൂളിൽ പ്രവേശനം അനുവദിച്ചുകൊണ്ട് 1914 ഉത്തരവിറക്കിയത്. തിരുവിതാംകൂറില് പ്രാഥമിക വിദ്യാഭ്യാസം നിർബന്ധമാക്കിയത് റാണിഗുരി പാർവതിബായിയാണ് 1817 എന്ന് പറഞ്ഞു. സമ്പൂർണ്ണ പ്രാഥമിക വിദ്യാഭ്യാസം കൈവരിച്ച ഇന്ത്യയിലെ ആദ്യ മുനിസിപ്പാലിറ്റി പയ്യന്നൂരാണ്. സമ്പൂർണ്ണ പ്രാഥമിക വിദ്യാഭ്യാസം കൈവരിച്ച ഇന്ത്യയിലെ ആദ്യ ഗ്രാമപഞ്ചായത്ത് നിലമ്പൂരാണ്. സമ്പൂർണ്ണ പ്രാഥമിക വിദ്യാഭ്യാസം കൈവരിച്ച ഇന്ത്യയിലെ ആദ്യ ജില്ല എന്ന് പറയുന്നത് കണ്ണൂർ. മിഷണറി സംഘങ്ങളും പ്രവർത്തന മേഖലകളും കുറിച്ചുകൊണ്ടിരിക്കും. 1813 ബ്രിട്ടീഷ് പാർലമെന്റ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയെ നിയന്ത്രിക്കുന്നതിന് വേണ്ടി പാസാക്കിയ രണ്ടാം ചാർട്ടർ നിയമത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്ത്യയിൽ എന്ത് ചെയ്യുന്നത്? യൂറോപ്യൻ മിഷണറിമാർ പ്രവർത്തനം ആരംഭിക്കും. ലണ്ടൻ മിഷൻ സൊസൈറ്റി പ്രവർത്തിച്ചിരുന്നത് തിരുവിതാംകൂറിൽ മാത്രമായിരുന്നു. ചർച്ച് മിഷൻ സൊസൈറ്റി അഥവാ CMS പ്രവർത്തിച്ചിരുന്നത് കൊച്ചിയിലും തിരുവിതാംകൂറിലും, അല്ലെങ്കിൽ നമ്മൾ മധ്യ കേരളത്തിലെന്ന് പൊതുവായി പറയും. ബാസൽ വാഞ്ചലിക്കൽ മിഷൻ അഥവാ BEM പ്രവർത്തിച്ചിരുന്നത് മലബാർ മേഖലയിലും. സംസ്ഥാന വിദ്യാഭ്യാസത്തേക്ക് നമ്മൾ പോയാൽ കേരള സംസ്ഥാന വിദ്യാഭ്യാസ നിയമം നിലവിൽ വന്നത് 1959 ജൂൺ മാസം 1-ാം തീയതി. ആദ്യത്തെ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി എന്ന് പറയുന്നത് ജോസഫ് മുണ്ടശ്ശേരിയാണ്. SLC പരീക്ഷ ആരംഭിച്ചത് 1952. ഗ്രേഡിംഗ് സിസ്റ്റം നടപ്പിലാക്കിയ വർഷം SLC പരീക്ഷയിൽ ഗ്രേഡിംഗ് സിസ്റ്റം നടപ്പിലാക്കിയത് 2005-ലുമാണ്. കേരളത്തിലെ വയോജന വിദ്യാഭ്യാസം ആരംഭിച്ചത് 1978 നവംബർ മാസം 2-ാം തീയതി. പ്രൈമറി വിദ്യാഭ്യാസം സാർവത്രികമാക്കുന്നതിന് വേണ്ടിയിട്ട് 1994 ആരംഭിച്ച പദ്ധതിയായിരുന്നു ഡിസ്ട്രിക്ട് പ്രൈമറി എഡ്യൂക്കേഷൻ പ്രോഗ്രാം അഥവാ DPP. 6 മുതൽ 14 വയസ്സ് വരെയുള്ള അല്ലെങ്കിൽ 1-ാം ക്ലാസ് മുതൽ 8-ാം ക്ലാസ് വരെ പഠിക്കുന്ന കുട്ടികളുടെ പ്രാഥമിക വിദ്യാഭ്യാസം സാർവത്രികമാക്കുന്നതിന് വേണ്ടി നിലവിൽ വന്ന പദ്ധതിയാണ് SSA അഥവാ സർവശിക്ഷ അഭിയാൻ. സർവശിക്ഷ അഭിയാന് തുടക്കം കുറിച്ച പ്രധാനമന്ത്രി അടൽ ബിഹാരി വാജ്പേയിയാണ്. SS ആപ്തവാക്യം എന്ന് പറയുന്നത് സർവരും പഠിക്കുക, സർവരും വളരുക. സ്കൂൾ വിദ്യാർത്ഥികളുടെ മലയാളം ഭാഷ മെച്ചപ്പെടുത്തുവാൻ വേണ്ടിയുള്ള സർവശിക്ഷ അഭിയാന്റെ പദ്ധതിയാണ് മലയാളത്തിളക്കം. സെക്കൻഡറി വിദ്യാഭ്യാസത്തിന്റെ ഗുണനിലവാരം ഉയർത്താൻ ലക്ഷ്യമിടുന്ന പദ്ധതിയാണ് രാഷ്ട്രീയ മാധ്യമിക് ശിക്ഷ അഭിയാൻ 2009. ഉന്നത വിദ്യാഭ്യാസത്തിന്റെ ഗുണനിലവാരം ഉയർത്താൻ ലക്ഷ്യമിടുന്ന പദ്ധതിയാണ് രാഷ്ട്രീയ ഉച്ചതർ ശിക്ഷ അഭിയാൻ എന്ന പേരിൽ അറിയപ്പെടുക. സാക്ഷരത കൂടിയ ഇന്ത്യയിലെ ജില്ല മിസോറാമിലെ സർസിപ്പും സാക്ഷരത ഏറ്റവും കുറഞ്ഞ ജില്ല മധ്യപ്രദേശിലെ അലിരാജ്പൂർ. ഇന്ത്യയിലെ ഉയർന്ന സാക്ഷരത നിരക്കുള്ള കേന്ദ്രഭരണ പ്രദേശം ലക്ഷദ്വീപാണ്. ഇന്ത്യയിലെ ഏറ്റവും കുറവ് സാക്ഷരത നിരക്കുള്ള കേന്ദ്രഭരണ പ്രദേശം ദാമൻ ദിയു ദാദ്ര നഗർ ഹവേലിയും. കേരളത്തിൽ ആദ്യമായി മലയാളം നീണ്ടു തയ്യാറാക്കിയത് അർണൂസ് പാർട്ടിയാണ്. ഇംഗ്ലീഷ് മലയാളം നീണ്ടു തയ്യാറാക്കിയത് ബെഞ്ചമിൻ ബേലിയാണ്. മലയാളം ഇംഗ്ലീഷ് നീണ്ടു തയ്യാറാക്കിയത് ഹെർമൻ ഗുണ്ടട്ട് 1872. മലയാളത്തിലെ വ്യാകരണ ഗ്രന്ഥം തയ്യാറാക്കുന്ന ഡോക്ടർ ആഞ്ചലോസ് ഫ്രാൻസിസ് ആണ്. മലയാള ഭാഷയിൽ അച്ചടിച്ച ആദ്യ സമ്പൂർണ്ണ ഗ്രന്ഥം എന്ന് പറയുന്നത് സംക്ഷേപ വേദാർത്ഥം ഇറ്റലിയിലെ റോമിൽ നിന്ന് ക്ലമന്റ് പിയാനോസ് ആണ് അച്ചടിക്കുക. കേരളത്തിലെ ആദ്യത്തെ കോളേജ് CMS കോളേജ് 1817 CMS മിഷണറി സംഭവം കോട്ടയത്ത് ആരംഭിച്ചത്. അടുത്ത സാക്ഷരതയുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട സ്ഥാപനങ്ങളാണ് നമ്മൾ പഠിക്കുക. കേരള കൗൺസിൽ ഫോർ ഹിസ്റ്റോറിക്കൽ റിസർച്ച് ചരിത്രം, പുരാവസ്തുശാസ്ത്രം തുടങ്ങി ഇതര വിഷയങ്ങളിലും ഗവേഷണ അധിഷ്ഠിതമായ ഒരു സ്വയംഭരണ ഗവേഷണ സ്ഥാപനമാണ് കേരള കൗൺസിൽ ഫോർ ഹിസ്റ്റോറിക്കൽ റിസർച്ച്. സ്ഥിതി ചെയ്യുന്നത് തിരുവനന്തപുരം ജില്ലയിലെ വൈലപ്പള്ളി സംസ്കൃതി ഭവനിൽ. കേരള സംസ്ഥാന ഉന്നത വിദ്യാഭ്യാസ കൗൺസിൽ രൂപീകരിക്കപ്പെടുന്നത് 2007 മാർച്ച് 16. ഉന്നത വിദ്യാഭ്യാസ രംഗത്തെ കേരള ഗവൺമെന്റിന്റെ ഒരു ഉപദേശക സമിതി, അഡ്വൈസറി ബോഡി, ഗവേണിംഗ് ബോഡി, എക്സിക്യൂട്ടീവ് ബോഡി എന്നിങ്ങനെ 3 തരം സമിതികൾ ഉൾക്കൊള്ളുന്നതാണ് ഈ കേരള സംസ്ഥാന ഉന്നത വിദ്യാഭ്യാസ കൗൺസിൽ. പ്രസിദ്ധീകരണം ഹയർ എഡ്യൂക്കേഷൻ ഫോർ ദ ഫ്യൂച്ചർ എന്ന പേരിൽ അറിയപ്പെടുന്ന 2004 പ്രസിദ്ധീകരണം ആരംഭിക്കും. രക്ഷാധികാരി ഗവർണറാണ്. ചെയർമാൻ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി.
കേരള സംസ്ഥാന പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞം ലക്ഷ്യം എന്താണ്? സംസ്ഥാനത്തെ എല്ലാ സ്കൂളുകളെയും മികവിന്റെ കേന്ദ്രങ്ങളായി ഉയർത്തുക. കൂടാതെ ഇംഗ്ലീഷ് ഭാഷ പ്രാവീണ്യം ഉൾപ്പെടെ വിദ്യാർത്ഥികളുടെ ആശയവിനിമയ ശേഷിയും ജീവിത നൈപുണ്യങ്ങളും വികസിപ്പിക്കുക. അധ്യക്ഷൻ എപ്പോഴും മുഖ്യമന്ത്രിയായിരിക്കും. സഹ അധ്യക്ഷൻ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി. ഉപാധ്യക്ഷന്മാർ ധനകാര്യം, തദ്ദേശ സ്വയംഭരണം, സാമൂഹ്യനീതി വകുപ്പുകളിലെ മന്ത്രിമാർ. പിന്നെ പറയുന്നു പ്രത്യേക ക്ഷണിതാവ് പ്രതിപക്ഷ നേതാവ്. മിഷൻ സെക്രട്ടറി എന്ന് പറയുന്നത് പൊതുവിദ്യാഭ്യാസ വകുപ്പ് സെക്രട്ടറി. കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് കേരളത്തിൽ പ്രവർത്തിക്കുന്ന ഒരു ജനകീയ ശാസ്ത്ര പ്രസ്ഥാനമാണിത്. കേരളത്തിലെ സാക്ഷരതാ പരിപാടികളിൽ ഏറ്റവും കൂടുതൽ സംഭാവന ചെയ്ത ഒരു നോൺ ഗവൺമെന്റ് ഓർഗനൈസേഷൻ അഥവാ NGO. നിലവിൽ വന്നത് 1962 ഏപ്രിൽ മാസം 8-ാം തീയതി രൂപീകരണത്തിന് നേതൃത്വം നൽകിയത് KG അടിയോടിയും PD ഭാസ്കര പണിക്കരും. അടിസ്ഥാന മുദ്രാവാക്യം കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്തിന്റെ അടിസ്ഥാന മുദ്രാവാക്യം എന്ന് പറയുന്നത് ശാസ്ത്രം സാമൂഹ്യ വിപ്ലവത്തിന്. പ്രധാനപ്പെട്ട പ്രസിദ്ധീകരണങ്ങളായിരുന്നു ശാസ്ത്രഗതി, ശാസ്ത്ര കേരളം, കൂടാതെ യുറേക്ക എന്നിവ. യുറേക്ക എന്ന് പറയുന്നത് ബാലശാസ്ത്ര മാസിക. ഡിജിറ്റൽ പ്ലാറ്റ്ഫോമാണ് ലൂക്ക. ഇനി കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്തുമായി ബന്ധപ്പെട്ട ഒരു പുസ്തകം കൂടെ ഉണ്ട്. അത് PSCക്ക് വലിയ പ്രാധാന്യമില്ലെങ്കിലും കേരളത്തിലെ ഏറ്റവും കൂടുതൽ അച്ചടിക്കപ്പെട്ട ഒരു പുസ്തകമുണ്ട്. ഏതാണ് എന്ന് ചോദിച്ചാൽ കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് പുറത്തിറക്കിയ എന്തുകൊണ്ട് എന്തുകൊണ്ട് എന്തുകൊണ്ട്. അവിടെ കുറെ ചോദ്യങ്ങളും അതിന്റെ വിശദീകരണങ്ങളുമാണ്. എന്തുകൊണ്ട് എന്തുകൊണ്ട് എന്ന്. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങൾ കൃത്യമായി പഠിച്ചുറപ്പിക്കുക, മുന്നോട്ട് പോവുക. ഇതോടുകൂടി നമ്മുടെ സോഷ്യോ എക്കണോമിക് സ്റ്റാറ്റിസ്റ്റിക്കൽ ഡേറ്റ ഇവിടെ പൂർത്തിയാകുന്നു. ഇനി നമുക്ക് പഠിക്കുവാനുള്ളത് പ്രധാനമായിട്ടും കുറെ സ്ഥാപനങ്ങളെ കുറിച്ചാണ്. അടുത്ത ക്ലാസ്സിൽ നമ്മൾ ഡിസാസ്റ്റർ മാനേജ്മെന്റ് പഠിക്കും. അത് കഴിഞ്ഞതിന് ശേഷം ക്വസി ജുഡീഷ്യൽ ബോഡീസ്, പിന്നെ കുറെ കമ്മീഷൻസ് ഉണ്ട്, അത് പഠിക്കണം. അതേ തുടർന്ന് നമ്മൾ ഭൂപരിഷ്കരണ നിയമവും മറ്റ് പ്രധാനപ്പെട്ട സമിതികളും ലോകായുക്ത, ലോക്പാൽ, അതൊക്കെ കൃത്യമായി തന്നെ പഠിച്ചുറപ്പിക്കും. ഓക്കെ അല്ലേ? അപ്പൊ ഇത്രയും കൃത്യമായി പഠിച്ചുറപ്പിക്കുക. തുടർന്ന് ബാക്കി കാര്യങ്ങളിലേക്ക് നമുക്ക് പോവാം. അപ്പൊ അടുത്ത ക്ലാസ്സിൽ കാണാം. ബൈ ബൈ.